ഹായ്, ഞാൻ ഡോക്ടർ ജെറിൻ വടക്കൻ, കൺസൾട്ടൻ്റ് ഓർത്തോപെഡീഷ്യൻ, ദയ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം പോളിട്രോമ എന്താണെന്നുള്ളതാണ്. പോളിട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ഭാഗങ്ങൾ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റുന്നതിനാണ് പറയുന്നത്. അത് സാധാരണ രീതിയിൽ ഒരു കാഷ്വാലിറ്റിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ 2-3 സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് തലയ്ക്ക് പരിക്ക് പറ്റുകയാണെങ്കിൽ ന്യൂറോ സർജൻ്റെയും, വയറിനകത്തോ വാരിയലിനകത്തോ പൊട്ടൽ വന്നു കഴിഞ്ഞാൽ സർജൻ്റെയും, എല്ലുകളുടെ പൊട്ടലുകൾക്കായിട്ട് ഓർത്തോപെഡീഷ്യൻ്റെയൊക്കെ സഹായം വേണ്ടി വരുന്നൊരു കാര്യമാണ്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ പേഷ്യൻ്റ് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ പേഷ്യൻ്റ് ജീവൻ രക്ഷിക്കാൻ ആദ്യമായിട്ടുള്ള CT സ്കാൻ എടുക്കുകയോ വയറിൻ്റെ സ്കാൻ എടുക്കുകയോ അതിന് പേഷ്യൻ്റ് സ്റ്റെബിലൈസ് ചെയ്ത് പേഷ്യൻ്റെ വൈറ്റൽസ്, അതായത് BP, പൾസ്, ഹാർട്ട് റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സ്റ്റേബിളായതിനു ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഡെഫിനിറ്റീവ് പ്രൊസീജിയേഴ്സിന് പോവുക. അത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ പൊട്ടലുകൾ ഉണ്ടെങ്കിൽ, വലിയ എല്ലുകളുടെ പൊട്ടലുണ്ടെങ്കിൽ പുറത്തുനിന്ന് കമ്പ്യൂട്ടർ എക്സ്റ്റേണൽ ഫിക്സേറ്റർ ഉപയോഗിച്ച് അത് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് സ്റ്റേബിളായതിനു ശേഷം മാത്രമാണ് ഡെഫിനിറ്റീവ് ആയിട്ടുള്ള സർജറീസ്, ഓർത്തോപെഡിക് സർജറീസ് ചെയ്യാറുള്ളത്. അത് പലപ്പോഴും രോഗികളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. കാരണം എന്തുകൊണ്ട് ഇത് ആദ്യമേ ചെയ്യുന്നില്ല എന്നുള്ളത്. 2 വലിയ സർജറികൾ ഒരേ സമയം ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് വരുന്ന ബ്ലഡ് ലോസ് അത്രയും അനസ്തീഷ്യയുടെയും ഇതെല്ലാം പേഷ്യൻ്റ് ജീവന് തന്നെ ബാധിക്കുന്ന രീതിയിൽ വരുന്നതിൻ്റെ പേരിലാണ് അങ്ങനെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യുന്നത്.